വേണ്ട, കരിയിലും പുകയിലും കഴിയുന്ന വാലിക്കരി തൊടണ്ട. നിവൃത്തിയില്ലല്ലോ, ഈ വാലിക്കാരിയല്ലേ ഞാൻ കെട്ടാൻ പോണത്. ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. വേണ്ടെന്ന് വെക്ക, ഇനിയുണ്ട് സമയം. ആ അതിപ്പോ എങ്ങനെയാ, എല്ലാരും കൂടെ പറഞ്ഞുറപ്പിച്ചു പോയില്ലേ? അതെ, അത്രേ ഉള്ളൂ മഹേട്ടന്. പറഞ്ഞുറപ്പിച്ചതിന്റെ പേരില് ഇഷ്ടമില്ലാച്ചിട്ടും സഹിക്കന്നെ അല്ലേ? അല്ലാണ്ട് ഒരിത്തിരി ഇഷ്ടം എന്നോട് ഉണ്ടായിട്ടല്ല. വേണ്ട മഹേട്ട, എല്ലാം കൊണ്ട് എന്നെക്കാളും ചേർന്ന ഒരു കുട്ടിയെ മഹേട്ടന് കിട്ടും. അങ്ങനെ ആയിക്കോളും. എടി പോത്തെ, എന്നാൽ ഇതിത്തിരി നേരത്തെ പറയാറുന്നില്ലേ? ഇനി എവിടെ പോയൊരു പെണ്ണെ കണ്ടുപിടിക്കുക? അല്ല, എന്തിനാ ഇപ്പൊ വേറെ പെണ്ണെ തെരഞ്ഞു പോകുന്നത്? നമ്മുടെ വേണിയായാലോ, സൗന്ദര്യമുണ്ട്, നിന്നെക്കാലം ഇത്തിരി മൂപ്പും കുറയും, എല്ലാം കൊണ്ടും ചേരും. എന്താ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാനത്രയ്ക്ക് പൊട്ടിയെന്നല്ല. വന്ന് കേറിയപ്പോ തൊട്ട് എന്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നുണ്ട്, ഇവിടെ നല്ല നേരത്തല്ലേ ഈ പടി ചവിട്ടിയെന്ന്. അതാരാ നിന്റെ ഉള്ളിൽ നിന്ന് പറയണ ആള്? ഞാനറിയാതെ. കളിയാക്കണ്ട. എടി പോത്തെ, പോത്താച്ചിട മോളെ, ഈ കുശുമ്പും കുന്നായ്മയൊക്കെയുള്ള നിന്നെ അല്ലടി മഹിയേട്ടന് ഇഷ്ടം. നിന്നെ മാത്രം അല്ലടി ഇഷ്ടം. തഞ്ചാവൂരിൽ നിന്നും തൂത്തുക്കുടി എന്നൊക്കെ ആരെങ്കിലും വന്നാ അതില്ലാണ്ടാവൂടി. എന്നാലും മഹേട്ടന് ആ കുട്ടിയോട് ഇച്ചിരി ഇഷ്ടമുണ്ട്. അത് പിന്നെ ഇല്ലാണ്ടിരിക്കോ? അവൾ ആരും ഇല്ലാത്ത കുട്ടിയല്ലേ? അതൊക്കെ ശരിയാ, അതാരും ഇല്ലാത്ത കുട്ടിയാണ്, പാവമൊക്കെ തന്നെയാ. എന്നാലും മഹേട്ടൻ വെള്ളം ചോദിക്കുമ്പോ ആ കുട്ടി എടുത്തു തരുന്നതും മഹേട്ടന്റെ ഷർട്ട് തേച്ചു തരുന്നതും എനിക്ക് അത്ര പിടിക്കില്ല. അതൊക്കെ ഞാൻ ചെയ്തോളാം. എടി പോത്തെ, പിന്നെയും കുശുമ്പ് കുശുമ്പ്. പണ്ട് ഡിഫൻസിലായിരുന്ന കാലത്ത് സഞ്ചാരം തന്നെയായിരുന്നു സഞ്ചാരം. പല നാടും ചുറ്റിയിട്ടുണ്ട്. ഒരു നാടും പക്ഷേ ഇത്രയ്ക്ക് മുത്തച്ഛന് ഇഷ്ടമായിട്ടില്ല. ഇവിടുത്തെ കാറ്റും വെള്ളവും അത് വേറെ എവിടെ കിട്ടും? മോളെന്താ ആലോചിക്കണേ? ഒന്നുമില്ല, വെറുതെ അപ്പൂപ്പനെ ഓർത്തുപോയി. അപ്പൂപ്പനും ഇങ്ങനെയായിരുന്നു. എന്നും സന്ധ്യയ്ക്ക് പുഴക്കരയിൽ വന്നിരിക്കും, എന്നെയും കൂട്ടി. നിറയെ പടിക്കെട്ടുകളുണ്ട് പുഴയിലേക്ക് ഇറങ്ങാൻ. അവിടെ ഇരുന്ന് ഒരുപാട് കഥകൾ പറഞ്ഞു തരും, പാട്ട് പാടും. ഇനി ആ സ്ഥാനത്ത് ഈ മുത്തശ്ശനെ കണ്ടോളൂ. ഹലോ ഫ്രണ്ട്സ്. ഇവരെ എനിക്കിട്ട പേരാ 79 നോട്ട് ഔട്ട്. മുത്തശ്ശിക്കുണ്ട് 74 നോട്ട് ഔട്ട്. അയ്യോ, എനിക്കറിയില്ല. അതെന്താ PC? പുതിയ ചേച്ചി. അത് കൊള്ളാം. ഭാമ കണ്ട വഴക്ക് പറയും, എന്നാലും ഒരു രസം. ഇടയ്ക്ക് ഞാനും കൂടാറുണ്ട് ഇവരോടൊപ്പം. പണ്ട് ഡൽഹിയിലും ജലന്ധറിലും ഒക്കെ ആയിരുന്നപ്പോ ബൗളിങ്ങിലായിരുന്നു കേമം. ഇപ്പോ വയ്യ, എന്നാലും ബാറ്റ് ചെയ്യാം. നോ ബോൾ, നോ ബോൾ. കറക്റ്റ് ആയിട്ട് ബൗൾ ചെയ്യ. നീ പറ. ഞാനില്ല. അയ്യോ മുത്തച്ഛ, മുത്തച്ഛ പോലെ മുത്തച്ഛ. മുത്തച്ഛ പെണങ്ങല്ലേ? വേണ്ട. അല്ലല്ലോ പോട്ടെ, നമുക്ക് ക്രിക്കറ്റ് വേണ്ട, വേറൊരു കളിയുണ്ട്, മഞ്ചാടിക്കുരുവുണ്ട്. മഞ്ചാടിക്കുരുവുണ്ട് ഒരാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. പറ്റും, പക്ഷെ മുത്തച്ഛൻ വേണം. ഇപ്പൊ മുത്തച്ഛന്റെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ബാ മുത്തച്ഛ. ഞാനില്ല. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ, നല്ല മുത്തച്ഛനല്ലേ. വാ നടക്ക്. ആ കൈയൊന്ന് കാണിച്ചേ. കാണിക്കും മുത്തച്ഛ. ആ കൈ കാണിച്ചേ. ആ കണ്ണടച്ചേ. ഇനി കണ്ണു തുറന്നേ. ഇപ്പൊ ഞാൻ പറയട്ടെ മുത്തച്ഛന്റെ മനസ്സിൽ എന്താണെന്ന് പറയട്ടെ. ഇപ്പൊ ഞാനൊന്നും ചിന്തിക്കുന്നില്ലല്ലോ, അപ്പൊ ഈ കുട്ടി എന്തു പറയും? ഇതല്ലേ മുത്തച്ഛൻ വിചാരിച്ചത് അല്ലേ? അതെ, അതല്ലേ മാജിക്.
അത് മാത്രം പറ്റില്ല. ഇത് ഞാനല്ലേ ഇവൾക്ക് പഠിപ്പിച്ചു കൊടുത്തേ. അയ്യടാ. ആഹാ കൊള്ളാമല്ലോ ഉള്ള വിദ്യ. നമുക്ക് ഈ വിദ്യ ഒന്ന് കാണണ്ടേ മുത്തശ്ശി? അയ്യോ, ഞാൻ വെറുതെ മുത്തച്ഛനെയും കുട്ടികളെയും പറ്റിക്കാൻ. അതെങ്ങനെയാ? ഞാൻ മനസ്സിൽ വിചാരിച്ചു തന്നെയല്ലേ ഈ കുട്ടി പറഞ്ഞേ. മുത്തശ്ശ ഏതായാലും അല്പം സൂക്ഷിക്കുന്നത് നല്ലതാ. മനസ്സിൽ സദാസമയം ഈശ്വര വിചാരം മാത്രം മതി. പഴയ വല്ല കേസ് കെട്ടുകളുടെ കാര്യം ആലോചിച്ചാലേ വേണി അത് വിളിച്ചു പറയും. പിന്നെ മുത്തശ്ശി മുത്തശ്ശിയുടെ മനസ്സിൽ എന്താ നോക്കിയാലോ നമുക്ക്. അയ്യോ മുത്തശ്ശി വേണ്ട, മുത്തശ്ശി പാവല്ലേ. അങ്ങനെ പാവമൊന്നുമല്ല, എനിക്കല്ലേ അറിയൂ ശരിക്കും. ഇവിടെ ഒന്ന് പരീക്ഷിച്ചാലോ നമുക്ക്? വേണ്ട വേണ്ട, ഞാനില്ലേ അമ്മാരി കളിക്കുന്നു. പേടി പേടി, മനസ്സിലുള്ള കള്ളത്തരങ്ങളൊക്കെ പുറത്തു ചാടുമെന്നുള്ള പേടി. ഓ എനിക്കൊരു പേടിയില്ല. എന്നായിരിക്കും ഞാനില്ല. ഇങ്ങോട്ട് വാടി. ശോ. കൊരങ്ങനെ അട്ടാണി മേടിക്കണ പോലെ ഉണ്ട്. ആ ഇവളുടെ ചെവിയിൽ വെക്കാൻ പറ്റിയത് ചെമ്പരത്തി പൂവാ. കണ്ണടച്ചേ. ഇപ്പൊ കണ്ണു തുറന്നേ. അയ്യോ ഇത്രയും തുറക്കല്ലേ പ്രേതം പോലെ ഉണ്ട്. പറയട്ടെ മാമേച്ചി എന്താ ചിന്തിക്കുന്നതെന്ന്? ഈ കുട്ടി എന്ത് പറഞ്ഞാലും ഞാനത് അല്ലാന്നേ പറയൂ, ഉറപ്പാ. അതല്ലേ ചിന്തിച്ചത് അല്ലേ? അയ്യോ സത്യം, ഇപ്പൊ ഇവള് ഇത് തന്നെയാ ചിന്തിച്ചത്. എടി പോത്തെ, ഇനി മുതൽ ആവശ്യമില്ലാത്തൊന്നും മനസ്സിൽ വെക്കണ്ട, ഒക്കെ ഞങ്ങൾ കണ്ടുപിടിക്കും. എന്റെ മനസ്സിലൊന്നുമില്ല. ബാക്കിയുള്ളവരുടെ മനസ്സിലൊക്കെ എന്താണെന്ന് ഞാൻ എങ്ങനെ അറിയാ? എനിക്ക് മഞ്ചാടിക്കുടി മാജിക് എന്ന് അറിയില്ലല്ലോ. മഹേണ്ണ ഡിഷാനയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ഇയാൾ അതിന്റെ പാർട്ടിയാ. അങ്ങാടി വെച്ച് എന്റെ കൈ വന്ന് ചാടി. നമ്മൾ വെക്കണേക്കും അങ്ങനെ വേറെ ആരോട് വെക്കണ്ട. അത് ഞാൻ കൈയോടി കൂടി കൊണ്ടുവന്ന. ചാർജ് വളരെ കുറവാ. എത്രയാവും? 10,000 രൂപ ഉള്ളൂ സാർ. ഓഹോ 10,000 റുപ്യ ഉള്ളോ? അത്രേ ഉള്ളൂ. 10,000 റുപ്യ ഉണ്ടെങ്കിലേ ഞാനിവിടെ ഒരു ജോഡി കാളയെ മേടിച്ച് കിട്ടും. കാളയുടെ വാലി പിടിച്ച് തിരിച്ച സൺടിവും സ്റ്റാർട്ടിവും കിട്ടോ? കാളയുടെ തിരിച്ചാ കിട്ടും. എന്താ നോക്കണേ? ഞാൻ ഈ ഡിഷാൻഡിനെ എവിടെ വെക്കാമെന്ന് നോക്കുകയായിരുന്നു. ഡിഷാൻഡർ നമുക്ക് എവിടെയും വെക്കാം, നീ ഞങ്ങൾക്കിട്ട് വെക്കായിരുന്നാ മതി. ചാർജ് എത്രയാവും? ചാർജിന്റെ കാര്യത്തില് നമുക്ക് ചില അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാം. രണ്ടു കൂട്ടർക്ക് നഷ്ടം വരാത്ത രീതിയിൽ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യാം. ആദ്യം അങ്ങനെയൊക്കെ പറയും, പിന്നെ നിങ്ങളുടെ സ്വഭാവം മാറും. വേണ്ട, സാർ തന്നെ എമൗണ്ട് പറഞ്ഞോളൂ. ഹിന്ദി സിനിമ ഉണ്ടാവോ? പഴയ പടങ്ങൾ. പിന്നെ ഹിന്ദി പടം, തെലുങ്ക്, കന്നഡ, ഗുജറാത്തി, വള്ളംകളി, ക്രിക്കറ്റ് കളി, പിന്നെ രാത്രി 12 മണി കഴിഞ്ഞാൽ മുട്ടച്ചിന് കാണാൻ പറ്റിയ ചില പടങ്ങൾ ഉണ്ടാവും. അതെ സാർ, അപ്പൂപ്പ വരെ സപ്പോർട്ടാണ്. ഇനി അകത്തേക്ക് പ്രവേശിക്കാനുള്ള അനുവാദം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ടി വി വെക്കാനും ആന്റിന ഫിക്സ് ചെയ്യാനും വയർ വലിക്കാനും ഒക്കെയുള്ള പൊസിഷൻസ് എനിക്ക് നോക്കാമായിരുന്നു. താങ്ക് യു സാർ. ഹലോ ആന്റിന, ടി വി ഇവിടെ. ഓ അവിടെയാണല്ലേ, സോറി ഞാൻ ശ്രദ്ധിച്ചില്ല. നല്ല ടി വി. ഇവനെന്ത് ടി വി ആണ പെണ്ണാണോ നോക്കാം? അയ്യോ എന്ത്? അല്ല, ഈ കേബിള് അങ്ങോട്ട് എങ്ങനെ ഇടാമെന്ന് ഞാനൊന്ന് നോക്കിയിട്ട്. പെണ്ണുങ്ങളെ നോക്കുമ്പോ ഇത്തിരി മയത്തിൽ നോക്കനിയാ. ആന്റീന ഫിക്സ് ചെയ്യണ്ടേ? പിന്നെ ബാ. സാറിന്റെ സിസ്റ്ററാ? ഏതാ മുടി നരച്ച തള്ളയാ? അയ്യോ അതല്ല, അടുത്തിരിക്കണ കോഴി. കോഴി എന്റെ സിസ്റ്റർ ആണോന്നാ? അയ്യോ കോഴിയല്ല, കോഴിക്ക് തീറ്റ കൊടുക്കണ. തീറ്റിട്ട് കൊടുക്കുന്ന നല്ല സുന്ദരി, നല്ല ചിരി, നല്ല കണ്ണ്, മുടിയൊക്കെ പിന്നിട്ട്. അവളെ നിനക്ക് ഇഷ്ടമായ? അയ്യോ സാർ, ഞാൻ ആ ഉദ്ദേശത്തോടെ അല്ല. അവളെ നിനക്ക് കെട്ടിച്ചേരടാ. അയ്യോ എന്റെ പെങ്ങളെ നിനക്ക് കെട്ടിച്ചേരടാ. അയ്യോ സാർ, ഞാൻ ആ ടൈപ്പ് അല്ല. അയ്യോ പിന്നെ നീ ഏത് ടൈപ്പാടാ? അല്ല സാർ, ഞാൻ പെൺകുട്ടികളെ ഒരിക്കലും. അപ്പൊ നിനക്ക് പെൺകുട്ടികളെ ഇഷ്ടല്ലേ ലക്ഷ്മണ? മറ്റേ പിന്നെ മഹിട്ടാ നിന്നെ താങ്കളുടെ തിരക്കെടുത്തും ദേ കിടക്കണതും കാശ്മലൻ. ഇവിടെ അടുത്തൊരു ഡിഷാനെ ഫിറ്റ് ചെയ്യാൻ വന്നിട്ടേ അവന് പെൺകുട്ടിനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ കല്യാണം നടന്നിട്ടുണ്ട്. ഞങ്ങളാ നടത്തി കൊടുത്തത്. അതുപോലെ നിനക്ക് നടത്തി തരാം. സ്ത്രീധനായിട്ട് എന്താ കൊടുത്തെന്ന് നിനക്കറിയാമോ? നീ എന്തൊരു വൃത്തികേടായി കാണിച്ചത്. വീട്ടിൽ വന്ന് കയറിയ ഒരാളെ, അതും എന്റെ പെങ്ങളെ കെട്ടാൻ പോണോ ഇങ്ങനെ അടിക്കുക? പറയണ്ട മഹിട്ടാ. അങ്ങനെ പോട്ടാ ഐ അങ്ങോട്ട് പോകൂല. എന്താ എന്തു പറ്റി? കണ്ണിലെന്തോ. അവിടെ
ഇവിടെ വെച്ചോ. എന്റെ കൂട്ടാൻ എന്നെ തിന്നോവിടെ ഇരുന്നാ. ചേച്ചി മീൻ വറുത്തൊന്നുമില്ലേ? ഇല്ല, എന്താ ബാമേച്ചിയുടെ മുഖത്തിന്റെ ഒരു വാട്ടം? ഒന്നുമില്ല. ഊണ് കഴിച്ചില്ലേ? ഓ, നിനക്കെങ്കിലും തോന്നിയില്ല ചോദിക്കാൻ. ഇവിടെ ചില ആളുകൾക്ക് ഇപ്പൊ ഞാനിവിടെ ഉണ്ടെന്നുള്ള ചിന്തയേ ഇല്ല. അതാർക്കടപ്പാ? ആ കുട്ടി വന്നതിന് ശേഷം നിനക്കുണ്ട് മാറ്റം. എനിക്ക് എന്ത് മാറ്റം ചേച്ചി? ആ കുട്ടി എന്റെ ആരാ? ആ കുട്ടി മഹിയേട്ടന്റെ ആരാ? പിന്നെ എന്തിനാ മഹിയേട്ടൻ? ചില നേരത്ത് മഹിയേട്ടനോട് ആ കുട്ടി ഇടപെടുന്ന രീതി കാണുമ്പോ അല്പം ഓവറല്ലേ എന്ന് എനിക്കും തോന്നണുണ്ട്. തോന്നണുണ്ടല്ലോ, നിനക്ക് വരെ തോന്നിയില്ലേ? പക്ഷെ മഹിയേട്ടൻ ആള് ഡീസന്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഒരു മീൻ വറുത്താ ബാമേച്ചി? ഇല്ല, ഉള്ളത് കൂട്ടി കഴിച്ചാ മതി. അല്ല, മഹിയേട്ടൻ പണ്ട് ഡീസന്റ് ആയിരുന്നു. അങ്ങനെ എപ്പോഴും ഡീസന്റ് ആയിക്കൊള്ളുന്നില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ആ കുട്ടി സാന്ദ്രം കാണിച്ചു വരുന്ന മഹിയേട്ടൻ വെറുതെ നിന്ന് നടക്കണത്. ഒരു മീൻ വറുത്താ ബാമേച്ചി? ഇവിടെ വല്ലപ്പോഴുള്ള മീൻ വറുക്കുള്ളൂ. കമലമ്മേ, ലക്ഷ്മണൻ ഒരു മീൻ വറുത്ത് കൊടുക്കൂ. അതന്നെ ഞാനും പറയണേ. മഹിയേട്ടൻ എന്തിനു നിന്ന് കൊടുക്കണേ? ഇപ്പോഴത്തെ കാലമാണ്. ചീത്തപ്പേരുണ്ടാവാൻ അധികം നേരമൊന്നും വേണ്ട. ചേച്ചേ, അത് ബാമേച്ചി പറയരുത്. ആ കുട്ടി ആ ടൈപ്പൊന്നല്ല. ഒരു ആരോരില്ലാത്തൊരു അനാഥ കുട്ടി. അത് ഇവിടെ ഒരു കോഴിക്കുഞ്ഞിന്റെ പോലെ ഓടിച്ചാടി നടക്കാണ്. നമുക്കൊരു രസല്ലേ അല്ലേ കമലെടുത്തി? നീ ആ മീൻ വറുത്ത് അടുക്കളയിൽ കൊണ്ടുവയ്ക്ക്. മീൻ വറുത്ത് എല്ലാരും ചോറ് ഇറങ്ങില്ലെങ്കിൽ ഇറങ്ങണ്ട. അല്ല, പറയുമ്പോ എല്ലാം പറയണല്ലോ. ആ കുട്ടി ഓടുമ്പോ തന്നെ മഹിയേട്ട അതിന്റെ പുറകെ ഓടണത്. ഇവിടെ ബാമേച്ചി ഓടി നടക്കണ്ടല്ലോ. ബാമേച്ചിട്ട് പുറകെ ഓടേണ്ട കാര്യമില്ലല്ലോ മഹിയേട്ടന്. സ്നേഹത്തോടുള്ളൊരു നോട്ടം, ഊണി കഴിച്ചോ എന്നൊരു ചോദ്യം, അതൊക്കെ ആഗ്രഹിക്കണ്ടാവില്ലേ ബാമേച്ചി? എന്തെന്തു മോഹങ്ങളായിരുന്നു, എത്ര കിനാക്കളായിരുന്നു. അതൊക്കെ തല്ലി കൊഴിച്ചിട്ട് എങ്ങനെ എത്ര കണ്ണി ചോരില്ലാണ്ടായി പോയി മഹേട്ടന്. കമലെടുത്തി മീൻ വറുത്ത് എടുത്തോളൂ. നീ ഇപ്പൊ അങ്ങനെ മഹേടിനെ കുറ്റം പറയണ്ട. ദേഷ്യം വരുമ്പോ ഞാൻ എന്തെങ്കിലും പറയണമെന്ന് വെച്ച് അങ്ങനെ എന്തെങ്കിലും മഹേടിന്റെ ഭാഗത്തുനിന്നുണ്ടായാ ഞാൻ സഹിച്ചോളാം. കമലെടുത്തി മീൻ വറുത്ത് വേണ്ട. പോയി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പോലെ ഈ വീട്. ഒരു മീൻ വറുത്ത് വേണമെങ്കിൽ ആരൊക്കെ റെക്കമെൻഡേഷൻ വേണം? വറുത്ത് ഇല്ലാണ്ട് തിന്നാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. കുമ്പളങ്ങ എന്റെ അച്ഛൻ തിന്നു. എന്താ കുട്ടിയെ ഇതിനെ ഞെട്ടിയത്? ഒന്നുമില്ല. എന്താ കള്ളം കാണിക്കണ പോലെ ഉണ്ടല്ലോ. എന്താ അത്? ഒന്നുമില്ല ചേച്ചി. ഇങ്ങോട്ട് തരൂ. വേണ്ട, ആ ചേച്ചി കാണണ്ട. എന്താ കണ്ടാല്? ലവ് ലെറ്റർ ഒന്നും അല്ലല്ലോ. നോക്കട്ടെ. അല്ല, ചേച്ചി കണ്ട ശരിയാവില്ല. നോക്കട്ടെ കുട്ടി. അത് നോക്കട്ടെ. അത് പിന്നെ പ്രിയപ്പെട്ട മഹിയേട്ട, ഒരു പ്രധാനപ്പെട്ട കാര്യം മഹിയേട്ടനോട് പറയാൻ വേണ്ടിയാ ഞാൻ ഈ കത്തെഴുതുന്നത്. കുറെ ദിവസമായി പറയണമെന്ന് വിചാരിക്കുന്നു. പറഞ്ഞില്ലെങ്കിൽ അതൊരു തെറ്റായാലോ. പറയാൻ വേണ്ടി മഹിയേട്ടന്റെ അടുത്ത് വരുമ്പോഴൊക്കെ എന്റെ കൈയും കാലും വിറയ്ക്കുന്നു. എന്നെ കളിയാക്കിയാലോ അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞാലോ. അതുകൊണ്ടാ ഒടുക്ക് എഴുതി തരാന്ന് വെച്ചത്. ബാക്കി കൂടെ എഴുതു വേഗം, എന്നിട്ട് കൊടുക്ക്. ചേച്ചി, ഞാൻ വന്ന് കേറിപ്പോ പോലെ ഞാൻ കരുതിയതാ ഇതെങ്ങനെ അവസാനിക്കുന്നു. കാണിച്ചു തരാൻ ഞാൻ. എന്താടി, എന്തിനാ നീ ഇവിടെ അടിച്ചത്? ചോദിച്ചിട്ടില്ല എന്തിനാ അടിച്ചതെന്ന്. മഹിയേട്ടാ, കുറച്ച് കൂടെ ഉണ്ട് നിന്റെ അഹങ്കാരം. എനിക്ക് തൃപ്തിയായി. ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഓഹോ, ഇനിയിപ്പോ ഇതും കൂടി ഉണ്ടോ? പിണങ്ങി പോക്ക്. ഞാനിനി ഇവിടെ നിൽക്കണോ? രണ്ടുപേരുടെ ആവശ്യമുണ്ടോ ഇവിടെ? നീ എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്? അതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായി ഇവിടെ? ഇത്രയും കാലം സംശയം ഉണ്ടായിരുന്നില്ല എനിക്ക്. അത് ശരിയായി. എന്ത് ശരിയായെന്ന്? എടി, നിന്നെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഞാനും ലക്ഷ്മണനും വെറുതെ ഓരോ തമാശ കാണിച്ചു എന്നല്ലാണ്ട് അവളെ നിന്നെയും എനിക്ക് മാറിപ്പോന്ന് കരുതണ്ടോ നീ? മഹിയുടെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് എനിക്കറിയില്ല. അതെന്തായാലും ആ കുട്ടിയുടെ ഉള്ളിലുള്ളത് ഇതിൽ എഴുതിയിട്ടുണ്ട്. മഹിയുടെ തരാൻ. ദാ. ഇപ്പൊ ബോധ്യയില്ലേ? അനാഥ കുട്ടിയാണ്, പാവാണെന്നൊക്കെയുള്ള സഹതാപല്ലേ. ആ പാവക്കുട്ടിയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തേക്ക് മഹിയേട്ട. ഞാനൊരു ശല്യമായിട്ട് നിൽക്കണില്ല ഇവിടെ. ഇത്രയും കാലം ആശിച്ചതൊക്കെ വെറുതെ ആണെന്ന് കരുതിക്കൊള്ളാം ഞാൻ. മുത്തശ്ശിക്കും മുത്തശ്ശനും എന്നോട് വിഷമം തോന്നരുത്. ഞാൻ പോവാ. നീ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്റെ സ്ഥാനത്ത് നിന്ന് ആ കുട്ടി നോക്കിക്കോളൂ.
അല്ല ഇതെന്താ കഥ? ഞാൻ അങ്ങോട്ട് ഇറങ്ങുമായിരുന്നു. എന്തു പറ്റി ബാഗൊക്കെ ആയിട്ട്? എന്താ കുട്ടി നീ വല്ലാണ്ടിരിക്കണേ? ഒന്നുമില്ല. അവിടെ എന്തെങ്കിലും വഴക്കോ കൂട്ടോ ഉണ്ടാക്കിയോ? ഞാൻ കുറച്ചു ദിവസം ഇവിടെ നിൽക്കാൻ വന്നതാ. അച്ഛൻ പോയിട്ട് വന്നോളൂ. ഞാൻ നാണിയമ്മയും കുട്ടികളെയും വിളിച്ച് കിടത്തിക്കോളാം. മഹിയോട് പിണങ്ങി അല്ലേ? എനിക്ക് തോന്നി ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ല രണ്ടിന്. നിന്നെ ഓരോന്ന് പറഞ്ഞ് ശുണ്ടി പിടിപ്പിക്കാൻ അവനും, അത് കേട്ട് തുള്ളൻ നീയും. വാ ഞാൻ കൊണ്ടാക്കാം. ഇപ്പൊ അങ്ങനെയൊന്നല്ല. ഞാൻ ഇനി പോണില്ല അങ്ങോട്ട്. അതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? എന്നോട് ഇത്തിരിയെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ മഹേട്ടിന് ഇങ്ങനെയൊന്നും കാട്ടില്ല. മഹേട്ടിന് പെണ്ണെക്കാളും പ്രിയം ആ പെണ്ണോടാ. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. പിന്നെ ഞാനെന്തിനാ അവിടെ നിൽക്കണേ? അച്ഛനെ താക്കോലും കിട്ടുന്നേ. അല്ലെങ്കിൽ വേണ്ട, ഞാനും വരാം അച്ഛൻ്റെ കൂടെ കോയമ്പത്തൂർക്ക്. ആ അതാലോചിക്കാം. ഏതായാലും നീ പോയി ആ ബാഗ് എടുത്ത് അകത്ത് വയ്ക്കും. എന്നിട്ട് അച്ഛന് നല്ലൊരു ചായ ഉണ്ടാക്കി താ. തേയിലയും പഞ്ചസാരയും അടുക്കളയിൽ കാണും. ഇനി ഏതായാലും മഹി ഇങ്ങോട്ട് വന്നിട്ട് പോകാം. ഇങ്ങോട്ട് വരട്ടെ. ഉമ്മറത്തേക്ക് ഏറ്റില്ലേ ഞാൻ. ഇത് എന്റെ വീടാ. എനിക്കുണ്ട് അല്പം അഭിമാനം. ആ ചെല്ല്.